ഫ്രീ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ 7ാമത്തെ ദിവസമാണ്. എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ കടന്നു പോയേ. അപ്പോൾ ഈ 7 ദിവസം, ഇന്ന് 7ാമത്തെ ദിവസം, 6 ദിവസം പിന്നിട്ടപ്പം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ടോപ്പിക് നമുക്ക് എന്താണ്, ഫെയ്ത്ത് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. വിശ്വാസം, ഫെയ്ത്ത് പറഞ്ഞാൽ വിശ്വാസവും, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാല് നന്ദി പറയാം. നമ്മൾ അനുഭവിച്ച, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. നന്ദി നമ്മുടെ മനസ്സിലുണ്ടായാലാണ് നമുക്ക് സന്തോഷം ലഭിക്കുക, ബന്ധങ്ങൾ മെച്ചപ്പെടും, നമ്മളെ സാമ്പത്തികം, എന്തായാലും ഏത് കാര്യത്തിലും നമ്മൾ നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വിശ്വാസം, എന്നെക്കൊണ്ട് അതിന് ഏത് ജീവിതത്തിലായാലും, ഇപ്പം സൃഷ്ടാവിലായാലും എന്തിലായാലും നമുക്കൊരു വിശ്വാസമാണ്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ നമുക്ക് എന്താവും, സക്സസ് ആവും എന്നുള്ളതാണ്. ഒരു ഡൗട്ടോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക, അത് നമുക്ക് നടക്കാതെ പോകും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്താ, സൃഷ്ടാവിൽ നിന്നുള്ളതാണെന്നുള്ളൊരു വിശ്വാസമാണല്ലോ. അപ്പം നമ്മളെല്ലാം സമർപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണ്, ആ ഫെയ്ത്തും ഗ്രാറ്റിറ്റ്യൂഡ് രണ്ടും കൂടി കൂടുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ അധികം പറയുന്നില്ല. ഓക്കെ, ഓവർ ടു യു അസീമ. മകൻ എക്സാം ഉള്ളതുകൊണ്ടാണ്. ഓവർ ടു യു അസീമ. ഓക്കെ, താങ്ക് യു സോ മച്ച് നിസില മാം. അപ്പോ നമ്മുടെ 7th ഡേ ആണ് ഇന്നല്ലേ. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ട് ഇന്ന് 7ാമത്തെ ദിവസമാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഒന്ന്, അവബോധത്തിലേക്ക് എത്തുക എന്നുള്ളത്. 2, ഇമോഷണൽ ബാലൻസ് ആയിരുന്നു. മൂന്നാമത്തെന്നുള്ളത് എന്തായിരുന്നു? പോസിറ്റീവ് പെർസ്പെക്റ്റീവ്സ് ആയിരുന്നു. 4, ഡിസിപ്ലിൻ ആയിരുന്നു. 5, എന്തായിരുന്നു? പർപ്പസ് ആയിരുന്നു. ഇന്നലെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഇതിനെക്കുറിച്ച് എന്താണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സെൽഫ് ലവ്, അക്സെപ്റ്റൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഒരു ലൈഫിനെ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിലെന്തായിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളിലേക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടുന്ന ലാസ്റ്റത്തെ ഒരു പോയിന്റ് ആണ് ഫെയ്ത്ത് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഇത് നമ്മളിൽ എല്ലാവർക്കും ഉള്ള സംഭവമാണ്. പക്ഷെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മളിലേക്ക് ഗ്രോത്തിനെ കൊണ്ടുവരാത്തത്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാവരും വിശ്വാസമുള്ളവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരും മാത്രമാണ്. അതിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അതിനൊക്കെ ഒന്ന് മാറ്റം കൊണ്ടുവന്നിട്ട് അതിലൂടെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം. അപ്പൊ ഇന്നലെ കേട്ട ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ടോ? 1-2 ക്വസ്റ്റ്യനുകൾക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. ആ മെഡിറ്റേഷനിലൂടെ ഒന്ന് കടന്നു പോയിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിലേക്ക് ആ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് കാമായിട്ട് കംഫർട്ടായിട്ടിരിക്കുക. ഈ ഒരു നിമിഷത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് നമുക്ക് വിശ്വാസവും നന്ദിയും എന്നുള്ളൊരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുകയും വേണം. അപ്പൊ സ്വയംബോധത്തിലുള്ളവര്, ഇമോഷണലി ബാലൻസ് ചെയ്തിട്ടുള്ളവര് വീഡിയോ മോഡിലേക്ക് വരിക. അതായത് പോസിറ്റീവ് പെർസ്പെക്റ്റീവ്സിലൂടെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മളൊരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കണം, വീഡിയോ മോഡിൽ ഇരുന്ന് നമ്മൾ നമ്മളെ തന്നെ കണ്ടുകൊണ്ട് പർപ്പസ് ഓറിയൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിശ്വാസത്തോടു കൂടി ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ലൈഫ് ചേഞ്ച് ചെയ്യേണ്ട ആ ഒരു 7 കാര്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്.
അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം, ജീവിതം ബുദ്ധിമുട്ടാകുമ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഭയമാണോ വിശ്വാസമാണോ? നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇതിൽ ഏത് കാര്യമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്? ആ ഒരു കാര്യത്തിന്റെ ഉത്തരം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക എന്നുള്ളതാണ്. ഓക്കെ, വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡൗട്ട് അടിക്കാറുണ്ടോ? മീൻസ് പേടിക്കുക എന്ന് പറയുമ്പോഴും ഭയപ്പെടുക എന്ന് പറയുമ്പോഴും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ സംശയമോ ഉണ്ടാവോ, ശരിയാകുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ തോന്നാറുണ്ടോ? അപ്പൊ ആ സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മളിൽ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് തിരിച്ചറിയുക. വിശ്വാസം എന്നത് ഇരുട്ടിൽ നമ്മെ നയിക്കുന്ന വെളിച്ചമാണ്. അങ്ങനെ തന്നെയല്ലേ? ഒരു ഗുഹയിലൂടെ കയറി പോകണമെന്നുണ്ടെങ്കിൽ അത് ഇരുട്ടാണെങ്കിൽ അവിടെ ഒരു വെളിച്ചം ഉണ്ടെങ്കിലാണ് അതിനെ കണ്ടറിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും അവിടെ? ഭയമായിരിക്കും വരിക. എൻ്റെ കയ്യിൽ വെട്ടമില്ല, ഈ പോകുന്ന വഴിക്ക് എന്തൊക്കെയായിരിക്കും, തട്ടിത്തടഞ്ഞു വീഴോ, കുഴിയുണ്ടോ, മറ്റു ജീവികളുണ്ടോ, അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം എന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. വിശ്വാസം എന്നത് ഇരുട്ടിൽ നമ്മെ നയിക്കുന്ന വെളിച്ചമാകുമ്പോൾ നന്ദി എന്നുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾക്കുള്ളിലെ വർദ്ധിപ്പിക്കുന്ന ശക്തിയാണ്. നമുക്കുള്ളിൽ എന്താണോ ഉള്ളത്, അത് സ്നേഹമാണെങ്കിൽ സ്നേഹത്തിനെ വർദ്ധിപ്പിക്കുന്നു. നന്ദി മറ്റ് എന്ത് വികാരമാണോ ഉള്ളത് അതിനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശക്തികളെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവിനെ ആണ് നമ്മൾ കൂടുതൽ പറയുന്നെങ്കിൽ അത് നെഗറ്റീവിലേക്ക് പോകും എന്നുള്ളത് അറിയാം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിപ്പെടും. അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ നെഗറ്റീവിനെ ആയിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അറിയേണ്ടത്, ഇവ രണ്ടും ഒത്തുചേർന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യത്തെ നേടിയെടുക്കാനും നമ്മൾ എപ്പോഴും പവർഫുൾ ആയിട്ടിരിക്കാനും നമ്മളെ ഏതൊരു ബുദ്ധിമുട്ടാകുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും നമ്മളെ സ്റ്റേണായിട്ട് നിർത്താൻ സാധിക്കുന്നതും ഈ വിശ്വാസവും നന്ദിയും ഒപ്പമുള്ളപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകുന്നത്, പേടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിനെ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക എന്നതാണ്. അതേപോലെ തന്നെയുണ്ട്, വിശ്വാസം എന്നത് കാണാത്തതിൽ വിശ്വസിക്കുന്നതും ജീവിതം എനിക്കെതിരല്ല എനിക്ക് വേണ്ടിയാണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ആ വിത്ത് മുളച്ച് പൊങ്ങി അതിൽ എന്ത് മരമാണോ അതിൽ എന്താണോ കായ്ക്കുന്നത് അത് കായ്ക്കും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണല്ലേ. ആ വിശ്വാസത്തോടു കൂടി അത് നടുമ്പോൾ അത് വളർന്നു വരുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ എന്താണ്, ഓരോ വളർച്ചയിലും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് എത്തുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്തുണ്ടാവും, അവിടെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ആഗ്രഹിച്ച അതേ റിസൾട്ടിൽ എത്തും. അല്ലെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു വിത്തിൽ നിന്ന് എന്താണോ വേണ്ടത് അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇതേ കാര്യം തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ മക്കളില്, അല്ലെ മറ്റു പല കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈവൻ നമ്മുടെ മക്കള്, നമ്മൾക്കുണ്ടായ ആ മക്കളില് ആദ്യം നമ്മൾ വിശ്വാസത്തോടെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഫീൽ ചെയ്ത് നമ്മൾ മുൻപോട്ട് കൊണ്ടുവരികയും പിന്നെ എപ്പോഴൊക്കെയോ നമ്മുടെ ഉള്ളിൽ നിന്നും അവരെ കുറിച്ച് ഉണ്ടായിരുന്ന നല്ല തോട്ട്സുകൾ മാറി ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി തുടങ്ങിയപ്പോഴൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളത്, അവിടെ പരാതികൾ വന്നിട്ടുണ്ട്, ഭയപ്പാട് വന്നിട്ടുണ്ട്. ആ ഭയപ്പാടിനെ വീണ്ടും നമ്മൾ നമ്മുടെ മക്കളിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്.
ആരോടും താങ്ക് യു പറയുന്നത് എന്തിനാണ്, താങ്ക് യു പറയുന്നത് കൊണ്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരേണ്ടതില്ല. കാരണം ഓരോരുത്തരും ഓരോരോ വർക്ക്ഷോപ്പും കാര്യങ്ങളും ചെയ്തവരുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വർക്ക്ഷോപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ അറിയേണ്ടത് ഇത് നമ്മൾ ചെയ്യുന്നത് അൺകണ്ടീഷണലി ആണോ എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത്. ഒരു ബന്ധത്തിനെ എടുക്കുമ്പോൾ ഇവൻ ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മുടെ ഹസ്ബൻഡിന്റെ പേരൻസിനോട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ നമുക്ക് വേണം താനും അവരെ ഒഴിവാക്കുകയും വേണം. മീൻസ് ഒഴിവാക്കുക വെച്ചാൽ അവരെ സ്നേഹിക്കാനും പറ്റില്ല എന്ന ചിന്തയിൽ വന്നാൽ എങ്ങനെ ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സെറ്റ് ആവും? അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം ആർക്കാ കൊടുക്കേണ്ടത്? ആ പേരൻസിനാണ് ആദ്യം കൊടുക്കേണ്ടത്. ആ പേരൻസിലൂടെയാണ് ഈ മകൻ ഉണ്ടായിരിക്കുന്നതും ആ മകനെയാണ് ഹസ്ബൻഡായിട്ട് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ അവരെ വെറുത്തുകൊണ്ട് നമുക്ക് ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു വിശ്വാസം പല സ്ഥലങ്ങളിലും തകർന്നു പോകുന്നതിന്റെ കാരണം അതിന്റെ റൂട്ട് കോസ് ആയ പേരൻസിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ്. ഇതേ കാര്യം തന്നെ സ്വന്തം മക്കള് കല്യാണം കഴിഞ്ഞു വരുമ്പോൾ ആ മരുമക്കളോട് തോന്നുന്ന, മക്കൾ കൊണ്ടുവരുന്ന ആ മക്കളോട് തോന്നുന്ന ഫീലിങ്സ് ഒന്ന് നോക്കുക. മകനോട് സ്നേഹം തോന്നുകയും മരുമകളോട് സ്നേഹക്കുറവ് തോന്നുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതിലും അപ്പുറം മകനോടും മരുമകളോടും ഇല്ലാത്തൊരു സ്നേഹം പേരക്കുട്ടീനോട് തോന്നുമ്പോഴും ഉണ്ടാകുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ആ മകനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് പോലെ ആ മരുമകളെയും അല്ലെ മകളെയും സ്നേഹിക്കാൻ കഴിയുകയും അവർക്ക് കൊടുക്കുന്ന അതേ വാല്യൂവിൽ പേരക്കുട്ടീനെയോട് നോക്കാൻ പറ്റുമ്പോൾ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ മകനും മരുമകളും ഉള്ളത് കൊണ്ടാണ് ആ പേരക്കുട്ടീനെ കിട്ടിയത്. ആ പേരക്കുട്ടിയെ മാത്രം സ്നേഹിക്കുകയും മരുമക്കളോട് ദേഷ്യവും വെച്ച് പുലർത്തുകയും മകനോട് ദേഷ്യം വെച്ച് പുലർത്തുകയോ അല്ലെ മകളോട് ദേഷ്യം വെച്ച് പുലർത്തിയിട്ടോ കാര്യമുണ്ടാവില്ല. അപ്പോൾ അത് അൺകണ്ടീഷണൽ അല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് അൺകണ്ടീഷണലി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഖുർആനിലൊക്കെ പഠിച്ചിട്ടുള്ളവന് ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പറ്റുന്ന കാര്യമല്ല. കാരണം ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആസക്തി കൂടി വരികയാണ്. ഒരു കാര്യം കേട്ടാൽ 10 കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞെങ്കിലേ സമാധാനം ഇല്ലാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അറിയേണ്ടത് നമ്മുടെ ഉള്ളിലുള്ളതിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെയാണ് വർദ്ധിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ തലോടുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം നമ്മുടെ കുറവുകളിലേക്ക് നോക്കി ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തത് എന്താണെന്നുമാണ് ഇവിടെ പറയുന്നത്. നമ്മളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരും ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ഇതൊക്കെയും പറയാറുണ്ട്, എല്ലാ ദിവസവും പറയാറുണ്ട്. യെസ്, ഓക്കെ, എല്ലാ ദിവസവും പറയാറുണ്ട്. എല്ലാ ദിവസവും പരാതിപ്പെടാറുണ്ടോ? അത് പിന്നെ എങ്ങനെ പറയാതിരിക്കുക? കാണുമ്പോൾ അതങ്ങ് പറയും. അപ്പൊ പിന്നെ ഇതിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ അതിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണോ അത് സംഭവിക്കും. അപ്പോഴും ഒരു ഡൗട്ട് വരും, അപ്പൊ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിനൊക്കെയോ? ആ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിനൊക്കെയും കിട്ടും. അത് എപ്പോഴായിരിക്കും? അത് പതിയെ അവിടെ വാതിലിന്റെ അടുത്ത് എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് കടക്കണമെങ്കിൽ പിന്നെയും മൈലുകൾ താണ്ടേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മൾ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡിൽ വിശ്വാസത്തോടു കൂടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഇന്ന കാര്യം എനിക്ക് സാധിച്ചതിന് താങ്ക് യു പറയുമ്പോൾ ആ കാര്യം ഈ നിമിഷത്തിൽ സാധിച്ചത് ഫീൽ ചെയ്യാൻ പറ്റണം. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇല്ലേ, നമ്മുടെ ഉള്ളിലുള്ളത് ആരോഗ്യമുള്ള ശരീരമാണെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് അത്രത്തോളം ഫീൽ ചെയ്ത് പറഞ്ഞതിന് ശേഷം ശരീരത്തെ മോശമാക്കാൻ പാടില്ല. മീൻസ് ശരീരത്തെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ശരിയാവുമോ എന്നുള്ളതല്ല, അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടിലേക്ക് അത് ബാധിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഓരോരുത്തരുടെയും രോഗാവസ്ഥകള് അല്ലെങ്കിൽ ക്ഷീണങ്ങള് അല്ലെ മറ്റു വേദനകള് ഇത് എത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് മാറാത്തത് എന്താണെന്ന് ഈ ഒരു കാര്യത്തിലൂടെ
മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നുള്ളത്. അപ്പൊ ഇത്രയും നാൾ നമ്മൾ ചെയ്തതിൽ വന്ന മാറ്റങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ അറിയുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്കില്ലാത്തതിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറവാണ് തോന്നുക, പക്ഷെ ഉള്ളതിൽ ശ്രദ്ധിച്ചാൽ അത് സമൃദ്ധി കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ നമുക്കുള്ളത് എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ചിന്തിച്ചു നോക്കും തോറും നമ്മളിലേക്ക് എന്തായിരിക്കും വരിക? അപ്പൊ ഇതില് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അകത്തൊക്കെ പറയാറുണ്ട്, എപ്പോഴും നമ്മൾക്ക് സമ്പത്തും വിജയവും വേണമെന്നുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ അതിനെ നിറയ്ക്കാനാ പറയണേ. അപ്പോ സമ്പത്ത് വിജയം, സമ്പത്ത് വിജയം. ആ സമ്പത്ത് കാണുമ്പോൾ കരഞ്ഞോണ്ട് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും ഫീൽ ആവുക? ആ വിജയം എന്നുള്ളത് സങ്കടപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിജയത്തിന്റെ ഫീൽ എന്തായിരിക്കും? പക്ഷെ ആ സമ്പത്തും വിജയവും എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ, നമ്മൾ എപ്പോഴും ഉരുവിടുമ്പോൾ അത് തന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ എന്താവും? അതിനനുസരിച്ച് വികസിക്കുകയും നമുക്ക് വേണ്ടതിന് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോഴും ഡൗട്ട് അടിക്കല്ലേ, അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് വേണ്ടുന്ന ഓരോരോ ആക്ഷനുകളും എടുത്തു തുടങ്ങുകയും വേണം. എന്നിട്ട് ഈ ഫീലോട് കൂടി ഇരുന്നിട്ട് ആ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയും അത് നമുക്ക് വർക്കൗട്ട് ആക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത് പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും. നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ ക്ലാസ്സുകളിൽ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ടായിരിക്കും ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്സിൽ വരിക. കാരണം എന്താ വെച്ചാല് അത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും വിശ്വാസവും കണക്ട് ചെയ്യുന്ന നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും വന്നു. അപ്പൊ അതിനായിട്ട് പ്രത്യേകിച്ചുള്ള ഇതിലേക്കല്ല പോകുന്നത്. പിന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വിശ്വാസം ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിലുള്ള ഒരു ആത്മവിശ്വാസത്തിലൂടെ അല്ലേ വിശ്വാസം ഉണ്ടാവുന്നത്? അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ട്, ഒക്കെ സെറ്റ്, അത് നമ്മുടെ വിശ്വാസമായിട്ട് മാറുക ചെയ്യണം. അതേപോലെ നമ്മൾക്ക് എന്താണ് നന്ദി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലഭിച്ചതിന് ശേഷം പറയുന്ന ഹൃദയത്തിന്റെ അവസ്ഥയാണ്. നമുക്ക് ലഭിച്ചതിന് ശേഷം നമ്മൾ പറയുന്ന ഹൃദയത്തിന്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ എടുത്തു പറയുന്നത്, നമുക്ക് കൈകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ലഭിച്ചതിന് ശേഷം അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ്. ഓക്കെ. അതേപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും, നമുക്ക് വീടിനാണെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ, മക്കള്, മറ്റെന്ത് കാര്യമായിക്കോട്ടെ, ഇതിനൊക്കെയും നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇവ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഭയത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുകയും ചെയ്യും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണക്ട് ചെയ്യാത്തത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി അവയെ രണ്ടിനെയും ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് അത് വിശ്വാസവും ഗ്രാറ്റിറ്റ്യൂഡും കൂട്ടിച്ചേർത്തിട്ട് നമ്മുടെ ജീവിതത്തിലെ ഭയത്തിനെ ഒന്ന് മാറ്റി വെച്ചാൽ അവിടെ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ആകും എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളിലൂടെ കടന്നു പോകുന്ന ഭയം എന്താണ്? അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞൊന്ന് എഴുതി വെക്കുക. അതോടൊപ്പം ആ ഭയത്തിനെ മാറ്റാൻ അവിടെ ഗ്രാറ്റിറ്റ്യൂഡും വിശ്വാസത്തിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതി വെക്കുക. നിങ്ങളിലൂടെ ഇപ്പോ കടന്നു പോകുന്ന ഭയം ആരോഗ്യത്തെക്കുറിച്ചുണ്ടോ, മറ്റ് എന്തെങ്കിലും ഇഷ്യൂസിനെ കുറിച്ചുണ്ടോ, ആ ഭയത്തെക്കുറിച്ച് ഒന്ന് എഴുതി വെച്ച് അതിലേക്ക് വിശ്വാസവും ഗ്രാറ്റിറ്റ്യൂഡും എങ്ങനെ ചേർക്കാം എന്നുള്ളതിനെ കുറിച്ചും ഒന്ന് ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രഭാതം മുതൽ അന്നത്തെ നൈറ്റ് വരെ നമ്മളിലൂടെ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. നമ്മൾക്ക് ഈ ഒരു വിശ്വാസവും ഗ്രാറ്റിറ്റ്യൂഡും നിലനിർത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പോയിന്റ് വൈസിൽ പറയുന്നേ ഉള്ളൂ. ആ കാര്യങ്ങൾ കറക്റ്റായിട്ടും ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ, ഒന്നത്തത് പ്രഭാതത്തിൽ ചെയ്യേണ്ടത്, അന്ന് ആ ഒരു ദിവസം ഉണർന്നെഴുന്നേറ്റത് തന്നെ നമ്മൾ ആ ഒരു വിശ്വാസത്തോടെയും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയും ആയിരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അവിടെ എന്തായിരിക്കും, എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ആ ഒരു സന്തോഷത്തെ ഇന്നത്തെ ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളിലേക്കാണോ അതിലേക്കൊക്കെ ആ ഒരു എനർജിയെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്നെല്ലാം എനിക്ക് നല്ലതിനായിട്ട് നടക്കുന്നു എന്ന് പറയുക. നമ്മുടെ ചിന്ത മറ്റു കാര്യങ്ങളിലേക്ക് പോയാലും ഇന്നെല്ലാം എനിക്ക് നല്ലതിനായിട്ട് നടക്കുന്നു എന്ന് പറയുക. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു പറയുക. ഓൾറെഡി അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയും. ഓക്കെ, നമ്മൾ ഹെൽത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നേരത്ത് എനിക്ക് നല്ല കൈകൾ തന്നതിന് നന്ദി എന്ന് പറയുന്നതിന് പകരം ആ കൈകൾ കൊണ്ട് ഇന്നെല്ലാം എനിക്ക് എനിക്ക് നല്ലതിനായി ഏഹ് ഇന്നെല്ലാം ഇന്നെല്ലാം എനിക്ക് നല്ലതിനായി നടക്കുന്നു എന്ന് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൈകൾക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ, എന്റെ കൈകൾ നൽകിയതിന് നന്ദി എന്ന് പറയുന്നതിന് പകരം എന്റെ ഈ കൈകൾ കൊണ്ട് എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിന് നന്ദി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു പ്രവർത്തനത്തെ കൂടി ഏറ്റെടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത്രത്തോളം ആ കൈകളെ സുരക്ഷിതമാക്കുകയും ആ പ്രവർത്തനങ്ങൾ വീണ്ടും ചെയ്യാൻ പാകത്തിനാക്കി തരികയും ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അന്നത്തെ ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ചിന്തിച്ചാൽ പോരാ, ഇന്നത്തെ ദിവസം എന്നെ ഇതെന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ എല്ലാവരും വിഷ്വൽ ചെയ്യുന്നവരാണല്ലേ. വിഷ്വൽ ചെയ്യലുണ്ടോ അതോ എല്ലാം വിട്ടുപോയോ? വിഷ്വൽ ചെയ്യുന്നവരാണ് അല്ലേ. നമ്മൾ സാധാരണ വിഷ്വൽ ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് കാണുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകം നമ്മൾക്ക് സഫലമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെയും എഴുതുക എന്നുള്ളതാണ്. ഇത്രയും നാൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേ, നമുക്ക് നേടാനുള്ളതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ ഇത്രയും നാൾ ഇതിനകം നമ്മൾക്ക് നേടാൻ സാധിച്ചിട്ടുള്ള ആ സ്വപ്നങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ എന്തായിരിക്കും നമ്മളിൽ മാറ്റം സംഭവിക്കുക? ഇതൊക്കെ നടന്നത് വിശ്വാസത്തിലേക്ക് നമ്മുടെ ഉള്ളിൽ വരികയാണല്ലേ. അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പം വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ അങ്ങനെ കണ്ടാ പോരെ? എഴുതണം. എന്നും അതിങ്ങനെ വിഷ്വൽ കാണുകയല്ലേ ചെയ്യണേ. അപ്പൊ ഒന്ന് അല്ല മാറ്റം എങ്ങനെ കൊടുക്കുക, നമ്മുടെ ബ്രെയിനിന് ഒന്ന് അല്ല മാറ്റം. എങ്ങനെ എഴുത്? നമ്മളാ കാര്യങ്ങൾ ഇങ്ങനെ എഴുത്. യെസ്, നമ്മളിലൂടെ കടന്നുപോയ, നമ്മൾ ആഗ്രഹിച്ചത് നടന്നത് അത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ വരിക അതോ സങ്കടമാണ് വരിക? സന്തോഷം. അപ്പൊ അതിനെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേ ഇരിക്കുക. ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് എഴുതും തോറും, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് നടക്കാൻ പോകുന്ന കാര്യത്തിനാണ് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാ. ഇവിടെ നമ്മുടെ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അത് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാക്കുകയാണ്. കാരണം ഞാൻ അത് ചെയ്തു, അതെനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതിലൂടെ ഞാൻ ഇന്നത് നേടി എന്നത് വിശ്വാസത്തോടുകൂടി നമ്മൾ എഴുതി വെക്കുക ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസത്തിനെ ഊട്ടി ഉറപ്പിക്കുകയും നമുക്ക് അതിലേക്ക് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കുകയും നമുക്ക് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ തുടർച്ചയായി ഇങ്ങനെ എഴുതുക. യെസ്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മറ്റത് നമുക്ക് നേടിയെടുക്കാനുള്ളതിനെ കുറിച്ചാണ് എഴുതുക, അത് അഡ്വാൻസ് ആയിട്ട് അത് ലഭിച്ചു എന്ന് പറഞ്ഞാണ്ടാണ് എഴുതുക. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിഷ്വൽ ജേർണലില് സ്വപ്നങ്ങൾ ഇതിനകം സഫലമായതുപോലെ എഴുതുക. അതായത് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെ നമ്മളിൽ നടന്നിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളെയും ഒന്ന് കോർത്തെടുത്ത് അതിനെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് എഴുതുക എന്നുള്ളത്. ഇനിയുള്ളത് ഈ നന്ദി പറയുക എന്നുള്ളത്. ഓക്കെ,
രണ്ടും സെയിം ആണ്. ഇതിൽ രണ്ടിനും രണ്ട് എഫക്റ്റ് വരുന്നുണ്ട്. ഒന്ന് നടക്കാൻ പോകുന്നത് മുൻകൂട്ടി നടന്നു എന്ന് നമ്മൾ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നു. നടന്നതിനെ അതിനെ വീണ്ടും ഓർത്തെടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്, ഇത് നമ്മളെ മുൻപോട്ട് വേറെ എല്ലാ കാര്യത്തിലും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് നൽകുന്നു എന്നുള്ളതാണ്. അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് നടന്നതായിട്ടാണ് ഫീൽ ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ കഴിഞ്ഞു പോയ സന്തോഷകരമായ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതിന് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞു പോയ സങ്കടകരങ്ങളായ കാര്യങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമല്ലേ ഫീൽ ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മൾ ഡൗൺ ആയിപ്പോവും. എന്നാൽ കഴിഞ്ഞു പോയ സന്തോഷമുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നല്ല കുറച്ചും കൂടെ ഉഷാറായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴോ അത് നമ്മൾ സ്വപ്നം കാണുന്നതിനെ നമ്മൾ അടുത്തേക്ക് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഈ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറച്ചും കൂടെ ബലവത്താക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, എനിക്കിതിൽ വിജയം നേടിയ ആളാണ്, ഈ കാര്യങ്ങൾ ഞാൻ ഇത്രത്തോളം കിട്ടിയതിന് ഇത്രത്തോളം എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോ ഞാൻ പലരും പറയത്തില്ലേ എന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ല, അല്ലെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം അവിടെ നിൽക്കുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞു പോയ നമ്മൾ നേടിയ ഓരോ കാര്യങ്ങളെയും വീണ്ടും നമ്മൾ വിലയിരുത്തി അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ആ ഒരു സക്സസിനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റം അതാണ്. ഇനിയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. അതായത് ഒരാളിൽ നമ്മൾക്ക് ദർശിക്കുന്ന എന്ത് നല്ല കാര്യത്തിനും അവരോട് നന്ദി പറയുക എന്നുള്ളതാണ്. നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാരും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. അടുത്തൊരാളോട് നന്ദി പറയുന്നുണ്ടോ? ഉണ്ട്. പറയണ്ട്. ഹസ്ബൻഡിനോട് പറയുന്നുണ്ടോ? മക്കളോട് പറയുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അതേപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മളൊരു പേന തന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു പറയണം, അപ്പൊ അടുത്ത ആള് വെൽക്കം പറയണം, ഇതൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് പറയാൻ ഒരിക്കലും മടിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറയും തോറും നമ്മുടെ ബന്ധങ്ങൾ എന്താവും? സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് 10 ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രതിഫലം നമ്മളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ബന്ധത്തെയാണ് പുതുക്കുന്നതെങ്കിൽ അതേപോലെ നമ്മൾക്ക് എത്തിച്ചേരേണ്ട 10 ബന്ധങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുക. അത് അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഈ ഒരു കണക്ഷൻ എന്ത് ചെയ്യാം? ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ സന്തോഷത്തിന് വേണ്ടി പലതും ചെയ്തു നോക്കുക അല്ലെ? ഇപ്പൊ ഈവൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് വരെ എന്നാണ്? ആ ഒരു ശാന്തതയും സമാധാനത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതില് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിശ്വാസത്തോടും ഗ്രാറ്റിറ്റ്യൂഡോടും കൂടി ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തെ തേടി പോകേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഫീൽ ആവത്തില്ലേ? ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായി വരും എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമ്മൾക്ക് മറ്റുള്ളവരുടെ ആദരവും ആ ഒരു സ്നേഹവും ആ ഒരു വിശ്വാസവും ഇതൊക്കെയും നമുക്ക് ലഭിക്കും. നമ്മൾ ചിലപ്പം എവിടെയെങ്കിലും നമുക്ക് ഒരു ആവശ്യങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഉള്ളില് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാത്തവർ പോലും എന്തായിരിക്കും? നമ്മളോട് കരുണയുള്ളവരായിട്ട് മാറും, അല്ലെ നമുക്ക് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യുന്നവരായിട്ട് മാറും. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം വേണ്ടത് നമ്മളിൽ തന്നെ എന്തായി മാറണം? വിശ്വാസവും ഗ്രാറ്റിറ്റ്യൂഡും ഉള്ളവരായി മാറണം എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏത് ടൂൾ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുക അഫർമേഷൻസ് ആണ്. അഫർമേഷൻസ് എനിക്ക് അത്രത്തോളം പെർഫെക്റ്റ്ലി എന്നിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നമ്മളിൽ ഏതൊരു ബന്ധത്തിനെയും മികച്ചതാക്കണമെങ്കിൽ ആ ഒരു ബന്ധത്തെ പറഞ്ഞുകൊണ്ട് അവരിൽ വരുത്തിയ അത്ഭുതകരമായ സ്വഭാവ മാറ്റത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ആത്മവിശ്വാസത്തോടെ എന്നുള്ളതല്ലേ? ഏഹ് ആത്മവിശ്വാസത്തോടെ അതല്ല. ഇത് വന്നിട്ട് നമ്മുടെ റിലേഷൻഷിപ്പില് ഇപ്പൊ ഈവൻ മകന്റെ അല്ലെ മകളുടെ അല്ലെ ഹസ്ബൻഡിന്റെ ഒരു മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
അതിന് ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അവരിൽ വരുത്തിയ അത്ഭുതകരമായ സ്വഭാവ മാറ്റത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. അതിന്റെ കൂടെ താങ്ക് യു ചേർത്താൽ, അൽഹംദുലില്ലാ ചേർത്താൽ അത് ഗ്രാറ്റിറ്റ്യൂഡായി മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു അഫർമേഷൻ ആയി മാറും. ഇതേപോലെ തന്നെ ഒരു മിനിറ്റ്, ഒന്നുകൂടി പറഞ്ഞു മാം. വ്യക്തിയുടെ പേര് പറഞ്ഞ് അവരിൽ വരുത്തിയ അത്ഭുതകരമായ സ്വഭാവമാറ്റത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇത് നമുക്ക് ഏതൊരു ബന്ധത്തിലും കൊടുക്കാൻ പറ്റുന്നതും കൊടുത്താൽ അത്രത്തോളം റിസൾട്ട് ഉള്ളതുമായ കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ടിലേക്ക് വന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസത്തോടെ എന്ന് പറഞ്ഞിട്ട് ഒരു അഫർമേഷൻ ആണ്. അത് ഫീൽ ചെയ്ത് പറഞ്ഞു നോക്കുക. നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം ആ ഒരു അഫർമേഷനിലുണ്ട്. ഓക്കെ, അപ്പോ അതിൽ നമുക്ക് അംഗീകാരം വേണോ, പിന്നെ സുരക്ഷിതത്വം വേണോ, അതേപോലെ തന്നെ സ്നേഹം വേണോ, സമൃദ്ധി വേണോ, ആരോഗ്യം വേണോ, ഐശ്വര്യം വേണോ, നന്മകൾ, ഇതെല്ലാം ചേർത്തിണക്കിയൊരു അഫർമേഷൻ ആണിത്. ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ മാറ്റം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഇതെല്ലാം എന്നും പറയാറുണ്ട്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അന്നന്ന് അതിന്റെ റിസൾട്ടിലേക്ക് നോക്കാതെ കണ്ടിന്യൂസ്ലി അതിൽ ഇഴുകി ചേർന്ന് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അത് പറഞ്ഞു കഴിയുമ്പോൾ ആ ഉള്ളിൽ ഉണ്ടാവുന്ന ഫീല്, ആ പറയുന്നത് നിങ്ങൾ എന്നും എന്നും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ പറയുന്ന അഫർമേഷൻ ഒന്ന് വോയിസിലാക്കുക, നിങ്ങളുടെ തന്നെ വോയിസിലാക്കുക. എന്നിട്ട് നിങ്ങൾ അത് കേൾക്കുക. അപ്പൊ അതിൽ എന്താണ് എനർജി ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അത് എത്രത്തോളം ഫീൽ ചെയ്താ പറയുന്നതെന്നുള്ളത് മനസ്സിലാവും. അതെന്താന്ന് വെച്ചാൽ വോയിസിൽ ഒരുപാട് ടെക്നിക്കുകൾ അടങ്ങിയിട്ടുണ്ട്. മീൻസ് ആ ഒരു വോയിസിന് നമ്മളെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ കേട്ട് ചെയ്യുമ്പോഴും നിങ്ങളിൽ നിങ്ങളുടെ വോയിസിലൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് എപ്പോഴും ആരുടെ സൗണ്ടാ കേട്ടോണ്ടിരിക്കണേ? നമ്മുടെ തന്നെ സൗണ്ടല്ലേ കേട്ടോണ്ടിരിക്കണേ. അപ്പോൾ അതിലൂടെ നമ്മൾ എപ്പോഴും നിരന്തരം കൊടുത്തോണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ കാര്യം നിരന്തരം കേട്ട് കേട്ട് ഇതാവുന്നതിലും അപ്പുറം അതേ കാര്യം നമ്മുടെ സൗണ്ടിൽ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരാൾ പറയുന്നത് ശരിയല്ല എന്നല്ല കേട്ടോ പറയുന്നത്, മറ്റൊരാൾ പറയുന്നത് കാര്യം നമ്മുടെ സൗണ്ടിൽ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആത്മവിശ്വാസത്തോടു കൂടി എന്നുള്ള തുടങ്ങുന്ന ആ ഒരു അഫർമേഷൻ നിങ്ങൾ വോയിസിലാക്കിയിട്ട് നിങ്ങൾ തന്നെ കേട്ടു നോക്കുക. അപ്പൊ ഇതിന് മൊഞ്ചുണ്ടോ, ആ വോയിസിന് മൊഞ്ചുണ്ടോ, എനർജി ഉണ്ടോ, അതെന്റെ ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഉള്ളതായിട്ട് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടോ, അതിലെന്താ മാറ്റം വരുത്തേണ്ടതെന്ന് അറിഞ്ഞ് അടുത്ത ദിവസം അത് ഷിഫ്റ്റ് ചെയ്തിട്ട് അത് മനോഹരമായിട്ടുള്ള ഒരു സംഗീതം പോലെ ആക്കി മാറ്റും. അപ്പോൾ ഞാനൊക്കെ അതിങ്ങനെ പറഞ്ഞ് എപ്പോഴും അതെന്താണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലയൊലിച്ച് നിൽക്കുന്നത് പോലെയാണ്. അപ്പൊ അത് പറയുമ്പോൾ ആ സമ്പത്തൊക്കെ പറയുമ്പോൾ ആ നിറച്ച് സമ്പത്തിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, ആ ഒരു ഐശ്വര്യത്തെ അതിന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ആരോഗ്യത്തെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഓരോ കാര്യത്തെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ വിശ്വാസവും ഗ്രാറ്റിറ്റ്യൂഡും പറയുമ്പോഴും നമ്മൾ എന്താണ്, നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ അറിയുക, ആ അറിവിലൂടെ നമ്മൾ ആ വിശ്വാസത്തിലൂടെ ഗ്രേറ്റ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. അവിടെ അത് സക്സസ് ആണ്. ഇത് വേറെ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ശരിക്കും ട്രൈ ചെയ്ത് നിങ്ങളിൽ ആ ഒരു റിസൾട്ട് വരുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരിക. കാരണം എനിക്ക് ഈ ഒരു അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അഫർമേഷനാണ്. പക്ഷെ ഞാൻ അതിങ്ങനെ മാം ഇങ്ങനെ വായിച്ചു മാം ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ 2 ആഴ്ച അതിന്റെ വിത്തിൽ അങ്ങനെ പോവും, പിന്നെ അത് അവിടെ ഇടും. പിന്നെ മാമിന്റെ ഒരു ക്ലാസ് ഉണ്ട് തരുമ്പോ അവിടെ നീക്കിയാണ്. ഇത് വേണ്ടത് അവനവന് വേണ്ടത് മറ്റൊരാൾ നൽകാൻ നോക്കിയിരിക്കാതെ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ തേടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ദിവസമാണല്ലോ ദ സീക്രട്ട് ഓഫ് ഡിവൈൻ ലവ് എന്ന് പറഞ്ഞ ബുക്ക്, അതിനെക്കുറിച്ച് ഗൈഡ് ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ പോയിന്റുകൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി, എന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ അത് ഓർഡർ കൊടുത്തു. ആ ബുക്ക് വന്നപ്പോൾ അത് ഇംഗ്ലീഷിലാണ്, കുറച്ചൊക്കെ മനസ്സിലാവുന്നുള്ളൂ, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ അത് ട്രാൻസ്ലേറ്റ് മലയാളം കൊടുത്തിട്ട് അത് വായിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അത് വായിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലെ വിശ്വാസം കുറച്ചും കൂടെ എന്താണ്, ഉയർന്നുയർന്നു വരിക ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ തേടി കണ്ടുപിടിക്കണം. ഒരാൾ പറഞ്ഞു തരാനുണ്ടാവും, ആ പറഞ്ഞു തന്ന പാത്ത് മാത്രം നോക്കി പോകരുത് എന്നുള്ളതാണ്. ഇപ്പം EFT ഞാൻ പഠിച്ചു, EFTയിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ടാപ്പിങ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ എന്തൊക്കെ തലങ്ങളാണ്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ റിസൾട്ട് വരും എന്ന് പറയാൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാറ്റേണിലൂടെ ഞാൻ ചെയ്ത് എനിക്ക് അതിന് റിസൾട്ട് കിട്ടിയപ്പം എനിക്ക് ധൈര്യത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഇത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് അത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അവിടെയും നമ്മുടെ ഉള്ളിലെ വിശ്വാസവും ആ ഗ്രാറ്റിറ്റ്യൂഡും മസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ വരുത്തേണ്ട ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നൊന്ന് തീരുമാനിച്ചിട്ട് അതൊന്ന് എഴുതി വെക്കുക. ഇപ്പൊ അത് കുറച്ച് എഴുതി മുമ്പേ പിടിക്കണം, എന്നെങ്കിലും ആവുള്ളൂ. ഇപ്പൊ എഴുതുക. ഇപ്പൊ 2 മിനിറ്റ് സമയം തരുന്നുണ്ട്, ഇപ്പൊ എഴുതുക. അതിനുശേഷം റെക്കോർഡിൽ ഉണ്ടാവില്ല, ഒരു അഫർമേഷൻ സെക്ഷനും കൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് കേട്ടു ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അഫർമേഷൻ സെക്ഷനും കൂടെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തരും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യേണ്ട എന്താണോ അതിനെ നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി വെച്ചിട്ട് ഏത് രീതിയിലേക്ക് ആക്കണം എന്ന് ചിന്തിച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യുക. ഈ വിശ്വാസം എന്നത് നമ്മുടെ ആത്മാവിൽ നിന്നും വരേണ്ടതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നതും നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ്. അപ്പൊ ഇത് മറ്റൊരാൾക്കും നൽകാൻ സാധിക്കില്ല, നമ്മൾക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും കണ്ടെത്തേണ്ടതാണ്. ഇത് ആർക്കും ഇല്ലാതെ ഇല്ല, എല്ലാവർക്കുമുള്ള സംഭവമാണ്. അതിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ പാത തെളിഞ്ഞു കിട്ടും. അല്ലാത്തവരെന്താകും, എപ്പോഴും പരാതിയും പരിഭവവും പറഞ്ഞ് എനിക്കത് ശരിയാവുന്നില്ല, ഞാൻ മറന്നുപോയി, ഞാൻ ചെയ്തില്ല, പല എക്സ്ക്യൂസുകൾ പറയും എന്നുള്ളത്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക, തവക്കൽ ചെയ്ത് ജീവിക്കുക, അല്ലെ സറണ്ടർ ചെയ്ത് ജീവിക്കുക. അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. ആ ആഘോഷിക്കുമ്പോൾ നമ്മളിൽ വേണ്ടതെല്ലാം നമ്മളിലേക്ക് തന്നെ അന്വേഷിച്ചു പോകാതെ നമ്മളിൽ എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് വേഗം എഴുതി തീർത്തോളുക. അപ്പൊ ഓക്കെ, നമുക്ക് ആ ഒരു അഫർമേഷൻ സെക്ഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ നോക്കിയാൽ എഴുതിയെടുക്കാൻ പറ്റില്ല, ഞാനതിങ്ങനെ പറഞ്ഞു പൊക്കോണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങളൊരു മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നിട്ട് അഫർമേഷനെ കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് ഏതൊരു ദിവസത്തിലും നൈറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഇപ്പൊ എന്താ പറയുന്നതെന്നുള്ളത് നിങ്ങൾ അതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് തയ്യാറാകുക. ഇപ്പൊ ഉള്ളത് ഓരോ നൈറ്റിലും ഞാൻ എന്നോട് പറയേണ്ടതാണ്, അത് എന്നിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ഫീലോട് കൂടി ഇരിക്കുക.